സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് സ്ഫോടനമുണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. കേവലം സംസാരിച്ചും ചർച്ച ചെയ്തും നിയമ നടപടിയും ഒക്കെ സ്വീകരിച്ചു പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ, അതിന് മാർട്ടിൻ പരിഹാരം കണ്ടത് കൊടിയ ക്രൂരത കൊണ്ടാണ്. 2023 ഒക്ടോബറിലായിരുന്നു ആ സംഭവം. ഈ കാണുന്ന കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്ത 8 പേരാണ് സ്ഫോടനത്തിൽ വെന്തു മരിച്ചത്. 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനം നടത്തിയ ശേഷം സ്ഥലം വിട്ട തമ്മനം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പോലീസിന് കീഴടങ്ങുകയായിരുന്നു. യൂട്യൂബ് വീഡിയോകളുടെ സഹായത്തോടെയായിരുന്നു ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ പഠിച്ചതെന്നായിരുന്നു പ്രതിയുടെ മൊഴി. ആദ്യം പോലീസ് ഇത് വിശ്വസിച്ചില്ല. ബാഹ്യപ്രേരണയും സഹായവും ഒക്കെ ഉണ്ടായോ എന്ന അന്വേഷണം നടന്നെങ്കിലും മാർട്ടിൻ മാത്രമാണ് പ്രതിയെന്നുറപ്പിച്ച് പോലീസ് കുറ്റപത്രം നൽകി. യഹോവ സാക്ഷികൾ തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിലും തന്റെ നിർദ്ദേശങ്ങൾ തള്ളിയതിലുമുള്ള പകയാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും പ്രതി പറഞ്ഞു. ഈയൊരു കാര്യത്തിന്റെ പേരിൽ എന്തിന് ഇത്ര വലിയ പാതകമെന്ന അന്വേഷണ തലവന്റെ ചോദ്യത്തിനു മുന്നിൽ മാർട്ടിന് കൃത്യമായ ഒരു മറുപടിയും ഉണ്ടായില്ല. തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യം ലോകമറിയട്ടെ എന്ന് കരുതിയായിരുന്നത്രേ സ്ഫോടനമെന്നും പ്രതി പറഞ്ഞതായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഓർക്കുന്നു. സമൂഹ മാധ്യമങ്ങളും വളർന്നുവരുന്ന പശ്ചാത്തലവും ക്രൈം സീരീസും ലഹരിയും അടക്കം ഒട്ടനവധി ഘടകങ്ങൾ ഇത്തരം കേസുകളിലെ പ്രതികളെ സ്വാധീനിക്കുന്നതായാണ് മനഃശാസ്ത്ര വിദഗ്ധർ പറയുന്നത്. അവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. എല്ലാം കിട്ടി ശീലിച്ചവർക്ക് പെട്ടെന്ന് അതിൻ്റെ സ്രോതസ് നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അതില്ലാതെ വരുമ്പോൾ അതുമായി പൊരുത്തപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നു. അപ്പോൾ താൻ ജീവിതത്തിൽ തോറ്റുപോയി എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ ആ കുട്ടി എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ ആ ഒരു യുവാവ് എത്തിച്ചേരുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അക്രമാസക്തരാകാനുള്ളൊരു സാധ്യത കൂടുതലാണ്. കാരണം ഈ തരത്തിലുള്ള സാഹചര്യത്തിൽ വളർന്നു വന്ന് ഏകദേശം ഒരു 20-22 വർഷം പിന്നിടുമ്പോഴേക്കും അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെയും വളരെയധികം വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും വ്യക്തിത്വ വൈകല്യങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്തരം വ്യക്തിത്വ വൈകല്യങ്ങൾ വന്നു കഴിയുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ടോളറൻസ്, അതായത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ക്ഷമാപൂർവ്വം നിൽക്കാനോ അല്ലെങ്കിൽ പിന്നീടാകാമെന്ന് മാറ്റിവെക്കുന്നതിനോ പോസ്റ്റ്പോൺ ചെയ്യുന്നതിനോ ഒന്നും സാധിക്കത്തില്ല. ഭാര്യ മാതാവ് പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതൊന്നും ഡൊമിനിക് മാർട്ടിനെ കൃത്യത്തിൽ നിന്ന് പിന്നോട്ട് നയിച്ചില്ല. ഹാളിലെത്തി കസേരക്കടിയിൽ ബോംബ് സെറ്റ് ചെയ്ത് പിറകിലിരുന്നു. ശേഷം റിമോട്ട് അമർത്തി. സ്ഫോടന ദൃശ്യം അയാൾ തൻ്റെ സ്വന്തം മൊബൈലിൽ പകർത്തുകയും ചെയ്തു. ഇതിനിടെ ഇയാളുടെ വിദേശ ബന്ധത്തിൽ ഇന്റർപോളിന്റെ സഹായത്തോടെ വീണ്ടും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഡൊമിനിക് മാർട്ടിൻ ദുബായിൽ ഇലക്ട്രീഷ്യനായി ജോലി ചെയ്തിരുന്നു. തെളിവ് നശിപ്പിക്കുന്നതിന് മുൻപായി സ്വന്തം ഫോണിൽ നിന്നും ബോംബുണ്ടാക്കിയ ദൃശ്യങ്ങൾ വിദേശത്തെ മുൻ സഹപ്രവർത്തകരിൽ ചിലർക്ക് ഇയാൾ അയച്ചു നൽകിയിരുന്നു. കളമശ്ശേരിയിലെ പാതകത്തിന് കാരണം ആശയ തർക്കമായിരുന്നുവെങ്കിൽ പറവൂരിൽ അതല്ലായിരുന്നു സ്ഥിതി. അയൽത്തർക്കത്തിന്റെ പേരിലാണ് നരാധമനായ ഋതു ഒരു കുടുംബത്തിലെ 3 പേരെ തലക്കടിച്ചു കൊന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല. പിറ്റേ ദിവസം കൊണ്ട് അറിയണം. കുഞ്ഞുങ്ങൾക്ക് ആരും ഒരു ഭയപ്പാടോടെ ഇപ്പോഴും മനസ്സിലാക്കില്ല. ഓർക്കുമ്പോഴേ പങ്കുപൊടിയാണ്. ഇപ്പം ഈ പിള്ളേരുടെ ഭാവിയാണ് ഏറ്റവും വലിയ പ്രധാനമായിട്ടുള്ളത്. 12ഉം 6ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾക്ക് ഒറ്റ നിമിഷം കൊണ്ടാണ് എല്ലാം നഷ്ടമായത്. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും പോയ ദുഃഖത്തിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ഇവരുടെ കാഴ്ച സങ്കടകരം. കൂട്ടക്കൊലയ്ക്ക് മുൻപ് ഋതു മറ്റൊരു വീട്ടിലെത്തി പ്രശ്നമുണ്ടാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ അങ്ങനെ ഇപ്പൊ ഇവിടെ വന്ന് അച്ചപ്പുണ്ടാക്കണത് തല്ലാൻ വന്നിട്ടാണ് തല്ലാൻ. ഇയാൾ സ്ഥിരം ശല്യക്കാരനായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തം. ഋതുവിനെ ലഹരി ഉപയോഗമുണ്ടെന്നും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. നിസ്സാരമെന്ന് തോന്നിക്കുന്ന വിഷയങ്ങൾ ഇത്തരം ക്രിമിനൽ മനസ്സുള്ളവരുടെ പക്കലേക്കെത്തുമ്പോൾ അതിനുള്ള മറുപടി ഇവർ നൽകുന്നത് കൊടിയ ക്രൂരതകളിലൂടെയാണ്. ഇത്തരം സൈക്കോ ക്രിമിനലുകളുടെ പ്രതികരണം എങ്ങനെയാകുമെന്ന് തിരിച്ചറിഞ്ഞ് കരുതൽ നടപടികളടക്കം ശക്തമാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇത്തരം കേസുകളിൽ പ്രതികൾക്കെതിരെ പൊതുവെ കടുത്ത നടപടി ഉണ്ടാകാറുണ്ട്. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ അവസ്ഥയാണ് ഏറെ ദയനീയം. ഉറ്റവർ നഷ്ടപ്പെട്ട വേദനയിൽ ജീവിതത്തിലെ വെളിച്ചം നഷ്ടപ്പെട്ട് ദുഃഖവും പേറി നീറി കഴിയുകയാണവർ. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.